ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോകാം. മാതൃകയിലുള്ളതുപോലെ ഒരു പ്രവേശന കവാടത്തിൻ്റെ ചിത്രം ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയർ തയ്യാറാക്കുക. ഇതും ഇങ്ക്സ്കേപ്പുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. ഫ്രീഡം ഫെസ്റ്റ് 2023 എന്നത് കമാന മാതൃകയിൽ ക്രമീകരിക്കുക. ഓക്കെ, നമുക്ക് ഇങ്ക്സ്കേപ്പ് തുറക്കുന്ന എങ്ങനെയെന്ന് നോക്കി ആപ്ലിക്കേഷനിലേക്ക് പോവുക, ഗ്രാഫിക്സിനകത്തേക്ക് വരിക, ഇങ്ക്സ്കേപ്പ് എടുക്കുക. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഇങ്ക്സ്കേപ്പ് തുറന്നു തന്നിട്ടുണ്ട്. നിങ്ങൾ ഇങ്ക്സ്കേപ്പിനകത്ത് വർക്ക് ചെയ്യുമ്പോൾ ഫസ്റ്റ് ചെയ്യാനായിട്ടുള്ളത് ഈ ഒരു ചതുരം ഉണ്ടല്ലോ, ഇത് നമുക്കിവിടെ ആവശ്യമില്ല, നമുക്ക് എടുത്ത് കളയണം. അതിന് വേണ്ടിയിട്ട് ഇവിടെ എഡിറ്റിലേക്ക് വരിക, ഫയലിലേക്ക് വരിക, അവിടെ ഡോക്യുമെൻ്റ് പ്രോപ്പർട്ടീസ് എന്നുള്ളത് എടുക്കുക. ഇവിടെ വന്നിട്ട് ഷോ ബോർഡർ എന്നുള്ളത്, ഷോ പേജ് ബോർഡർ എന്നുള്ളത് അങ്ങ് ഓഫ് ആക്കുക. അപ്പോൾ അതങ്ങ് പോകും. ഇപ്പോൾ ഇവിടെ ക്ലീൻ വിൻഡോ നമുക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കിവിടെ ചിത്രം വരയ്ക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ ഒന്നുകൂടെ നോക്കാം. ഇതുപോലെ ഒരു കമാന ആകൃതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. നമുക്ക് ആദ്യം 2 ചതുരം താഴെ വരയ്ക്കാം. ഏതാണ് റെഡ് കളറിലുള്ള 2 ചതുരം താഴെ നമ്മൾ വരയ്ക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ വീണ്ടും ഇതേപോലെ അടുത്തത് വരയ്ക്കേണ്ട കാര്യമില്ല. നമുക്ക് ഇതിൻ്റെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം. റൈറ്റ് ക്ലിക്ക് കൊടുക്കുക, ഡ്യൂപ്ലിക്കേറ്റ് കൊടുക്കുക. ഇനി നമ്മളിത് ആരൊക്കെ എടുത്തിട്ട് ഇങ്ങോട്ടൊന്ന് കൊണ്ടുവയ്ക്കുന്നു. ഓക്കെ, ഇത്ര കേസേ ഉള്ളൂ. നമുക്ക് 2 എണ്ണം ഇപ്പോൾ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ഒരു ചെറിയ ചതുരം, അത് കുറച്ച് നീളത്തിലുള്ള ചതുരം വന്നിട്ടുണ്ട്, ഒരു ഗ്രേ പോലത്തെ കളറിൽ. നമുക്ക് ചതുരം എടുക്കുന്നു, അത് വരച്ചു കൊടുക്കാം. കണ്ടോ, നമ്മളതവിടെ വരച്ചു. നമുക്ക് ആരോ കീയിൽ പ്രസ് എടുത്തിട്ട് നമുക്കിത് ആവശ്യമുള്ള രീതിയിൽ സെറ്റ് ചെയ്യാം. കീബോർഡിൽ ആരോ കീ പ്രസ് ചെയ്താൽ നമുക്കിതിങ്ങനെ മൂവ് ചെയ്ത് സെറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, നമുക്കതവിടെ സെറ്റ് ചെയ്തു. ഇനി നമുക്ക് അതിൻ്റെ തന്നെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുത്താൽ മതി. ഡ്യൂപ്ലിക്കേറ്റ് എടുത്തു, മൂവ് ചെയ്തുകൊണ്ടുവന്ന് ഇപ്പുറവശത്തും വെച്ചു. ഓക്കെ, കീബോർഡിൽ ആരോ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇങ്ങോട്ട് കൊണ്ടുവന്ന് സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മൾ രണ്ടും ഇത് സെറ്റ് ചെയ്തു. ഇനി ഇതിൻ്റെ മുകളിൽ എന്താണ് വന്നിരിക്കുന്നത്, ഒരു ആർച്ച് വന്നിട്ടുണ്ട് അല്ലേ. നോക്കാം, ഇതുപോലെ ഒരു ബ്ലൂ കളറിലുള്ളൊരു ആർച്ച് ഇങ്ങനെ വന്നിട്ടുണ്ട്. നമുക്ക് എങ്ങനെ ആർച്ച് വരയ്ക്കുന്നത്, റൗണ്ട് എടുക്കുക. ഇവിടെ വന്നിട്ട് നമുക്കിത് ഇതാകുമ്പോൾ ഫുൾ സർക്കിൾ, ഇതാകുമ്പോൾ സെമി സർക്കിൾ നമുക്കിങ്ങനെ എടുക്കാം. രണ്ടാമത്തെ ഈ ഒരു ഓപ്ഷൻ ഇട്ട് കഴിഞ്ഞാൽ സെമി സർക്കിൾ നമുക്കിങ്ങനെ വരയ്ക്കാവുന്നതാണ്. അതായത് നമ്മളിതെടുക്കുന്നു, ഫുൾ സർക്കിളായിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്കിത് ഇവിടെ വന്നിട്ട് ഇതിങ്ങനെ ആയി കൊടുത്തു കഴിഞ്ഞാൽ ഒരു 180 ഡിഗ്രി നമ്മൾ കൊടുക്കുന്നു. സ്റ്റാർട്ടിൽ പോയിട്ട് 180 ഡിഗ്രി ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഒരു സെമി സർക്കിൾ കിട്ടും. 180 ഡിഗ്രി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കളർ എന്താണ് അവർ പറഞ്ഞിരിക്കുന്ന കളറ്, ഒരു വയലറ്റ് പോലത്തെ ഈ ഒരു കളറാണ് ഓർത്തിരിക്കുന്നത്. നമുക്കിത് ഇതിൻ്റെ മുകളിലേക്ക് ഇത് കൊണ്ടുവന്ന് വെക്കാം. വെച്ചിട്ട് ഇതിൻ്റെ സൈസ് ഇത് ഇങ്ങനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. കറക്റ്റായിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ സൈസ് ഇങ്ങനെ നീക്കി അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി എന്താണ്, ഇതൊരു ആർച്ച് രൂപത്തിൽ നമുക്ക് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ട്രിക്ക് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നു. ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് നമുക്ക് ആ ഡ്യൂപ്ലിക്കേറ്റിൻ്റെ നിറം വൈറ്റ് കൊടുക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ ആരോഗ്യം എടുത്ത ശേഷം ജസ്റ്റ് നമ്മൾ രണ്ടാമത് എടുത്ത ആ ഡ്യൂപ്ലിക്കേറ്റിൻ്റെ സൈസിനെ ഒന്ന് കുറച്ച് കൊടുക്കുക. ഇങ്ങനെ ഒന്ന് ചെറുതാക്കി കൊടുക്കുക. ഇങ്ങനെ ഒന്ന് ചെറുതാക്കി കൊടുക്കുക. ഉണ്ടോ, ഇങ്ങനെ ചെറുതാക്കുന്ന സമയത്ത് നമുക്ക് അത് ആർച്ച് രൂപത്തിൽ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഒരു ആർച്ച് രൂപത്തിൽ കിട്ടിയതുണ്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലാണ് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. നമുക്കത് ആർച്ച് ഇങ്ങനെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യണം. ടെക്സ്റ്റ് എന്താണ് കൊടുത്തേക്കുന്നത്, ഫ്രീഡം ഫെസ്റ്റ് 2023 ആണ്. നമ്മൾ ടെക്സ്റ്റ് ടൂൾ ഇവിടെ എടുക്കുന്നു. ഇവിടെ പുറത്ത് വെച്ചിട്ടൊന്ന് ടൈപ്പ് ചെയ്യുക. എന്താണ്, നമ്മൾ ബ്ലാക്ക് കളറോ എങ്ങനെയെങ്കിലും ഒരു കളർ എടുത്ത ശേഷം ടൈപ്പ് ചെയ്താലേ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്യാം. സൈസ് കുറച്ച് വലുതാക്കുകയാണ് കാണാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട്. ഒരു 48 കൊടുത്തിട്ട് ഞാനിവിടെ ടൈപ്പ് ചെയ്യുകയാണ്. ഫ്രീഡം ഫെസ്റ്റ് 2023. ഓക്കെ, നമുക്ക് കാണാൻ പറ്റുന്നില്ല, സൈസ് കുറച്ച് നമുക്കൊന്ന് കൂട്ടേണ്ടതുണ്ട്. നമുക്കൊരു 56 കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് എന്നിട്ട് സൈസ് കൂടുതലുണ്ടെങ്കിൽ ആരോ കീയിൽ പ്രസ് ചെയ്യുക. എന്നിട്ട് നമുക്കിത് കൺട്രോൾ പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് ഇങ്ങനെ വലുതാക്കാം. കണ്ടോ, ഇത്ര നമുക്ക് വലുതാക്കേണ്ട ഈ ഒരു സൈസ് മതി. ഇനി നമുക്ക് ഇതിൻ്റെ ടെക്സ്റ്റ് നമുക്ക് ബോൾഡൊക്കെ ആക്കണം. ജസ്റ്റ് അതൊന്ന് സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്തിട്ട് നമുക്കിവിടെ വന്നിട്ട് ബോൾഡാക്കാം. അതുപോലെ തന്നെ കളർ നമുക്ക് വൈറ്റ് ആക്കണം. വൈറ്റ് ആക്കി നമ്മളിപ്പോൾ വൈറ്റ് ആക്കണ്ട കേട്ടോ.
ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ആർച്ചിൻ്റെ മുകളിൽ ഈ ഒരു ഷേപ്പിൽ നമുക്കിത് കൊണ്ടുവരണം. അതെങ്ങനെ കൊണ്ടുവരാൻ നോക്കാം, നമുക്ക് എളുപ്പത്തിൽ അങ്ങനെ കൊണ്ടുവരാം. അതിന് വേണ്ടിയിട്ട് ആരൊക്കെ എടുത്തിട്ട് ഈ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്തതിലൊന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഷിഫ്റ്റ് പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് നമ്മളുടെ ഈ ഒരു വൈറ്റ് സെമി സർക്കിൾ സെലക്ട് ചെയ്യുക. ഇനി നേരെ ടെക്സ്റ്റിലേക്ക് വരിക, അവിടെ പുട്ട് ഓൺ പാത്ത് കൊടുക്കുക. കണ്ടോ, അത് വന്നു. ഇനി നമ്മൾ നേരെ അത് ആ ടെക്സ്റ്റ് മാത്രം ഒന്ന് സെലക്ട് ചെയ്യുന്നു. അതായത് ആരൊക്കെ എടുത്തിട്ട് ടെക്സ്റ്റ് മാത്രം സെലക്ട് ചെയ്തിട്ട് അത് വൈറ്റ് ആക്കി കൊടുക്കുന്നു. ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാം. ഇപ്പോൾ ഇത് കുറച്ച് ഒരു ഇടത്തുവശത്തേക്ക് ഇങ്ങനെ നീങ്ങി നിൽക്കുന്ന പോലെ തോന്നുന്നില്ലേ? അതായത് നമുക്കൊരു വഴിയുണ്ട്. നേരെ ടൈപ്പിംഗ് ടൂൾ എടുത്തിട്ട് ആ എഫിൻ്റെ അവിടെ ഫസ്റ്റ് കൊണ്ടുവച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്പേസ് ബാർ കൊടുത്തു കഴിഞ്ഞാൽ സെൻറ്ററിലേക്ക് വന്നിട്ടുണ്ട്. കണ്ടോ? അപ്പോൾ നമുക്ക് നമ്മുടെ ആ ഒരു പിക്ചർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വർക്ക് ഇങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്, ഹോമിലെ exam10 എന്ന ഫോൾഡർ SVG ഫയലായിട്ട് സേവ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്കിത് ഫുൾ സെലക്ട് ചെയ്ത് ഗ്രൂപ്പ് ആക്കുക കേട്ടോ. അത് നമ്മൾ ശ്രദ്ധിക്കണം, എല്ലാ വർക്കും ചെയ്തിട്ട് സെലക്ട് ചെയ്തിട്ട് അതൊന്ന് ഗ്രൂപ്പ് ആക്കുന്നത്, ഒബ്ജക്റ്റിലേക്ക് പോവുക, അതിനുശേഷം ഗ്രൂപ്പ് ഒന്നാക്കിയിടുക. അപ്പോൾ നമ്മൾ ഒറ്റ ഒരു ഇമേജ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഇനി നേരെ ഫയലിനകത്തേക്ക് പോവുക, അവിടെ സേവ് ആസിലേക്ക് വരിക. ഹോമിലെ exam10 എന്ന ഫോൾഡറിനകത്ത് ഇങ്ങനെ രജിസ്റ്റർ നമ്പർ _ ചോദ്യ നമ്പർ ടൈപ്പ് ചെയ്ത് .svg എന്ന ഫോർമാറ്റ്, കറക്റ്റ് SVG എന്ന ഫോർമാറ്റ് തന്നെ സേവ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ അല്ലേ?